കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പട്ടികജാതിയിൽപ്പെട്ടതും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായ 14-കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത പ്രതിക്ക് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജീവപര്യന്തം തടവിന് പുറമെ 68.5 വർഷം കഠിന തടവും 6,01,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അരീക്കോട് മൈത്ര തച്ചമ്പറമ്പ് അമ്പലത്തൊടി ബാബുവിനെയാണ് ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. SC/ST ആക്ട് പ്രകാരം ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 3 മാസത്തെ അധിക തടവ് എന്നാണ് ശിക്ഷ. ഇതിനു പുറമെ ബലാത്സംഗം ചെയ്തതിന് പോക്സോ ആക്ട് പ്രകാരം 30 വർഷം വീതം കഠിന തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷയുണ്ട്. ഇരുവകുപ്പുകളിലും പിഴയടക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവ് അനുഭവിക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമം 366 പ്രകാരം തട്ടിക്കൊണ്ടുപോയതിന് 5 വർഷം കഠിന തടവും മറ്റൊരു വകുപ്പിൽ 3 വർഷം കഠിന തടവും ശിക്ഷയുണ്ട്. ഇരുവകുപ്പുകളിലും 1/2 ലക്ഷം രൂപ പിഴയടക്കാനും അല്ലാത്ത പക്ഷം 2 മാസം വീതം അധിക തടവ് അനുഭവിക്കാനും കോടതി വിധിച്ചു. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പ്രതി പിഴയടക്കുന്ന പക്ഷം തുക അതിജീവിതക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. മാത്രമല്ല, സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി. 2019 ഡിസംബർ 28-നാണ് കേസിനാസ്പദമായ സംഭവം. 50% മാനസിക വെല്ലുവിളി നേരിടുന്ന ബാലികയെ വീട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിൽ കുട്ടി അധ്യാപികയോട് പീഡന വിവരം വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിന് വിവരം കൈമാറുകയും അരീക്കോട് പോലീസ് കേസെടുക്കുകയുമായിരുന്നു. സബ് ഇൻസ്പെക്ടർമാരായ അഹമ്മദ് രജിസ്റ്റർ ചെയ്ത കേസിൽ SI PK സന്തോഷാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. DYSP ജലീൽ തോട്ടത്തിൽ തുടരന്വേഷണം നടത്തിയ കേസിൽ DYSP PC ഹരിദാസനാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സോമസുന്ദരൻ 17 സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു. 22 രേഖകളും ഹാജരാക്കി. ASIമാരായ N സൽമ, P ഷാജിമോൾ എന്നിവരായിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റ് ലൈസൺ ഓഫീസർമാർ. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.